ഇതിലുപയോഗിച്ചിരിക്കുന്ന ഹൈ എൻഡ് AI സോഫ്റ്റ്വെയർ മനുഷ്യ സഹായമില്ലാതെ തന്നെ നമുക്ക് നേരെ വരുന്ന ഏതൊരു ആക്രമണത്തെയും ഡിറ്റക്റ്റ് ചെയ്യുവാനും അതിനെ ഫലപ്രദമായി ഇൻ്റർസെപ്റ്റ് ചെയ്യുവാനുമുള്ള ഓട്ടോണമസ് തീരുമാനം എടുക്കുവാൻ കഴിവുള്ളതാണ്. ഇതിനായി റഡാർ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടുകൾ, സ്പേസിൽ നിന്നും ലഭിക്കുന്ന നാവിക് ഇൻപുട്ടുകൾ, അതേപോലെ ഗ്രൗണ്ട് സെൻസർ ഇൻപുട്ടുകൾ, കൂടെ സാറ്റലൈറ്റുകൾ, വാർ റൂമുകൾ, സെൽഫ് അപ്ഡേറ്റിംഗ്, ഓട്ടോ സ്ട്രൈക്കിംഗ്, ഡിഫെൻസീവ് ക്ലൗഡ്, ഇതിനെയെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റിയൽ ടൈം ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. നമസ്കാരം, അജയ്സ് പ്രസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഓപ്പറേഷൻ സിന്ദൂരം ഉയർത്തിവിട്ട പൊടിപടലങ്ങളും പുകയും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓണാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ പ്രദേശങ്ങളും ലക്ഷ്യമാക്കി അന്തവും കുന്തവുമില്ലാത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഡെസ്പറേറ്റ് ആൻഡ് റെക്ലെസ് റിറ്റാലിയേഷൻ എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ജലന്ധർ, ചണ്ഡീഗഡ്, ആദംപൂർ, കപൂർത്തല, ലുധിയാന എന്ന് വേണ്ട എവിടെയൊക്കെ ആക്രമിക്കാവോ അവിടെയൊക്കെ ഡ്രോണുകൾ പറത്തിയും മിസൈൽ അയച്ചും ഒരു കളിയായിരുന്നു പാകിസ്ഥാൻ. 26 ഇടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചത്. എന്നാലോ ഇന്ത്യ പൂർണ്ണമായും ഏതാക്രമണത്തെയും നേരിടാൻ സജ്ജമായിരുന്നു. ഇങ്ങോട്ട് വന്ന എല്ലാ ആക്രമണവും നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്തു. ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും അതേപോലെ നമ്മുടെ എയർ ഡിഫൻസ് നെറ്റ്വർക്കുമാണ് ഇതിന് നമ്മളെ സഹായിച്ചത്. UAS ഗ്രിഡ് എന്നാൽ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റമാണ്. പാകിസ്ഥാൻ ലക്ഷ്യമിട്ട ഒരൊറ്റ ടാർഗറ്റും ഹിറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കപ്പെട്ടു. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത് സാധിച്ചത്? ഇവിടെയാണ് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം അയൺ ഡോം ആകാശ് തീർ എന്ന സിസ്റ്റത്തിൻ്റെ ഒരു പങ്ക് മനസ്സിലാകുന്നത്. എയർ ഡിഫൻസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മറുപടിയാണ്. ആ മറുപടി കൃത്യമായിരിക്കണം, അത് ലക്ഷ്യത്തിൽ തന്നെ കൊള്ളുകയും വേണം. ഹൈ സ്റ്റേക്ക് എയർ ഡിഫൻസിൽ ഇത് വളരെ ക്രിട്ടിക്കലാണ്, അതേപോലെ തന്നെ തന്ത്രപ്രധാനവുമാണ്. നമ്മൾ നമ്മുടെ സുരക്ഷിത ഇടങ്ങളിൽ ഇരിക്കുമ്പോഴും നമ്മളാരും അതിനെക്കുറിച്ചൊന്നും അത്ര ബോധവാന്മാരല്ല. വരുന്ന മിസൈലിൻ്റെ ടാർഗറ്റ്, അതിൻ്റെ ഗതി, അതിൻ്റെ സ്പീഡ്, ഇതെല്ലാം മനസ്സിലാക്കി അതിനെ അതിൻ്റെ ലക്ഷ്യം കാണാതെ നിർവീര്യമാക്കുക എന്നതാണ് ഇങ്ങനെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ജോലിയും അതിൻ്റെ മികവും. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ റഷ്യൻ നിർമ്മിത S-400 എയർ ഡിഫൻസിനെ കുറിച്ച് വളരെയധികം നമ്മൾ കേട്ടു, നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, നമ്മുടെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ISRO ഇവരുടെ എല്ലാം സംയുക്ത സംരംഭമായ ഈ ഒരു എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആകാശ് തീറിനെക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ് ആകാശ് തീറിന് ഉള്ളത്. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, AI പവേർഡ് ആണ് ഇപ്പോൾ ആകാശ് തീർ. ഓട്ടോമേറ്റഡ് ആകുമ്പോൾ മാനുവൽ ഡേറ്റ എൻട്രിയുടെ ഒരു ആവശ്യം വരുന്നേയില്ല. അർത്ഥം, വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വിലപ്പെട്ട സമയം നമുക്ക് സേവ് ചെയ്യാമെന്നതാണ്. ആ വിലപ്പെട്ട സമയം അത് ഒരു പക്ഷേ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാർഗറ്റിനെ മിസ് ചെയ്യുകയോ ചെയ്തു എന്ന് വരാം. അങ്ങനെ മിസ് ചെയ്താൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഇവിടെയാണ് ആകാശ് തീർ സിസ്റ്റത്തിൻ്റെ മികവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംബീഷ്യസ് ആയ ഒരു പ്രോജക്റ്റാണ് ആകാശ് തീർ. നമ്മുടെ സൈനിക ശേഷിയെ ആധുനീകരിക്കുന്നതിലെ ഏറ്റവും സുപ്രധാന ചുവടുവയ്പ്പാണ് ഇത് എന്ന് പറയാം. പ്രോജക്റ്റ് ആകാശ് തീറിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഫേസ്ഡ് ഇൻഡക്ഷനും വഴി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വലിയ ഒരു നാഴികക്കല്ല് തന്നെയാണ് പിന്നിട്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത റെസ്പോൺസീവ്നെസ്, പ്രതികരണശേഷിയുള്ളതും അത്യന്തം റിലയബിൾ, വിശ്വാസയോഗ്യവുമായ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആകാശ് തീർ. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണ് എന്ന് വെച്ചാൽ റിയൽ ടൈം സർവൈലൻസ്, ഡിറ്റക്ഷൻ, ട്രാക്കിംഗ്, അതേപോലെ ശത്രുവിൻ്റെ ആകാശ ഭീഷണികളെ നിർവീര്യമാക്കുക, ഇതൊക്കെയാണ്.
എന്തൊക്കെയാണ് ആകാശ് തീറിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. സമഗ്രമായ ഒരു സെൻസർ ഫ്യൂഷനാണ് ആകാശ് തീറിന് ഉള്ളത്. എല്ലാ എയർ ഡിഫൻസ് സെൻസേഴ്സിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഫ്യൂഷൻ നമുക്കിവിടെ കാണാം. നമ്മുടെ കരസേന ഉപയോഗിക്കുന്ന ലാൻഡ് ബേസ്ഡ് സെൻസേഴ്സായ AAD എന്നറിയപ്പെടുന്ന ആർമി എയർ ഡിഫൻസ്, അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന സെൻസേഴ്സും. ഇതിൻ്റെ പ്രത്യേകത ഫോഴ്സിനുള്ളിൽ കോഓർഡിനേഷനും സിറ്റുവേഷണൽ അവെയർനെസ് കൂട്ടുന്നതിനും ഉതകുന്ന വിധത്തിലുള്ള തടസ്സങ്ങളില്ലാത്ത യൂണിഫൈഡ് ആയിട്ടുള്ള എയർ പിക്ചർ ആർമിയുടെ ഏറ്റവും താഴെയുള്ള ഓപ്പറേഷണൽ യൂണിറ്റായ ആർമി എയർ ഡിഫൻസിനും വരെ അക്സസിബിൾ ആണ് എന്നുള്ളതാണ്. ആകാശ് തീർ വേഗതയേറിയ റെസ്പോൺസുകൾക്ക് സഹായിക്കുന്നു. എയർ ഡിഫൻസിൻ്റെ ഒരു പ്രത്യേകത ഓരോ സെക്കൻഡും ഓരോ സ്പ്ലിറ്റ് സെക്കൻഡും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നതാണ്. ആകാശ് തീർ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വിലപ്പെട്ട സമയം അപഹരിച്ചിരുന്ന മാനുവൽ എൻട്രി മാറ്റി ഓട്ടോമേഷനിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഓട്ടോമേഷനിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ആരും ഇൻപുട്ട് ഇവിടെ കൊടുക്കേണ്ടതില്ല. സിസ്റ്റം തനിയെ വലിയ വേഗത്തിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ഏരിയൽ ഓബ്ജക്ട്സിനെയും കണ്ടെത്തി അപ്പോൾ തന്നെ പ്രതികരിക്കാൻ സജ്ജമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സൂപ്പർ സോണിക് എയർക്രാഫ്റ്റ് ഒരു മിനിറ്റിൽ 18 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ആ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ എയർക്രാഫ്റ്റിനെ ഡിഫെൻഡ് ചെയ്യുവാൻ ആകാശ് തീറിന് ക്ഷണനേരം മതിയാകും. ആകാശ് തീറിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഡീസെൻട്രലൈസ്ഡ് എൻഗേജ്മെൻറ്റ് അതോറിറ്റിയാണ്. അതിനെ എൻഗേജ് ചെയ്യിക്കുവാൻ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്, പ്രത്യേകിച്ച് ഫ്രണ്ട് ലൈനിലുള്ളവർക്കും അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ഹോസ്റ്റൈൽ എയർക്രാഫ്റ്റോ ഡ്രോണോ കണ്ടാൽ അപ്പോൾ തന്നെ ഫ്രണ്ട് ലൈനിലുള്ളവർക്ക് തന്നെ അതിനെ എൻഗേജ് ചെയ്യിക്കുവാൻ കഴിയും. ആകാശ് തീറിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ അഡ്വാൻസ്ഡ് റിയൽ ടൈം എയർ പിക്ചറാണ്. പല ഉറവിടങ്ങളിൽ നിന്നുമാണ് ആകാശ് തീർ ലൈവ് ഡാറ്റ ഏകീകരിക്കുന്നത്. 3D ടാക്റ്റിക്കൽ റഡാർസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർസ് ഉപയോഗിച്ച്, അതേപോലെ ആകാശ് വെപ്പൺ സിസ്റ്റം, ഇതെല്ലാം ഉപയോഗിച്ച് എയർ സ്പേസിൻ്റെ ഒരു മൾട്ടി ഡൈമെൻഷണൽ വ്യൂവും ഇതിന് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും ത്വരിത വേഗത്തിൽ നേരിടാനും സജ്ജരാക്കുന്നു എന്നുള്ളതാണ്. ആകാശ് തീറിന് ബിൽറ്റ് ഇൻ റിഡൻഡൻസിയും ഒപ്പം സ്കെയിലബിലിറ്റിയും ഉണ്ട്. സിസ്റ്റത്തിന് ഒന്നിലേറെ ബാക്കപ്പ് കമ്മ്യൂണിക്കേഷൻ രീതികൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് തകരാറിലായാൽ മറ്റൊന്നിലേക്ക് അപ്പോൾ തന്നെ മാറാനാകും. ഇവിടെ തടസ്സങ്ങളില്ലാതെ കണക്ടിവിറ്റി ഉറപ്പാക്കാനാകും എന്നതാണ് വേറൊരു പ്രത്യേകത. ഏതൊരു മോശം സാഹചര്യത്തിൽ പോലും ഇത് സാധിക്കും. മോശം കാലാവസ്ഥയിൽ, ജാമിംഗ് ഉണ്ടാകുമ്പോഴും, അതേപോലെ ഏതെങ്കിലുമൊക്കെ ഡാമേജ് പറ്റിയാലും ഒക്കെ ഈ കണക്ടിവിറ്റി നിലനിർത്താനാകും എന്നതാണ് പ്രത്യേകത. മറ്റൊന്ന് ഇതിൻ്റെ സ്കെയിലബിലിറ്റിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും സിസ്റ്റത്തെ എളുപ്പത്തിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനാകും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഹാർഡ്വെയറിൻ്റെ എൻഹാൻസ്മെൻറ്റ്സ്, ഇതെല്ലാം ഉപയോഗിച്ച് സിസ്റ്റത്തെ ഒരു കംപ്ലീറ്റ് ഓവർ ഇല്ലാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുവാൻ ആകുന്ന വിധത്തിലാണ് ഈ സിസ്റ്റം നിർമ്മിച്ചിട്ടുള്ളത്. ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ സാധ്യമാകുന്നു എന്നതുകൊണ്ട് തന്നെ ആകാശ് തീർ ഒരു ഫ്യൂച്ചർ പ്രൂഫ് സിസ്റ്റം ആണ് എന്ന് പറയാം. ആകാശ് തീറിൻ്റെ മറ്റൊരു പ്രത്യേകത, എവിടെ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും ആകാശ് തീർ സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കുവാൻ കഴിയും എന്നതാണ്. സ്ട്രൈക്ക് യൂണിറ്റ് ഫോർമേഷൻസിൽ പലപ്പോഴും ഇത് മൊബൈൽ അറ്റാക്ക് യൂണിറ്റ്സ് ആയിരിക്കും, അതേപോലെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ആയിരിക്കും, അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുവാൻ പറ്റുന്ന പ്രതലങ്ങളിലായിരിക്കും. ഇവിടൊക്കെ ആകാശ് തീറിനെ ഭംഗിയായി ഉപയോഗിക്കാനാകും. ഈ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ, ആകാശ് തീറിനെ നമുക്ക് ഒന്നിലേറെ ടാക്റ്റിക്കൽ സെനോറിയോസിൽ, അതായത് ഒരു മൊബൈൽ ഒഫൻസീവ് ഓപ്പറേഷൻ ആയാലും ഒരു സ്റ്റാറ്റിക് ഡിഫെൻസീവ് പൊസിഷൻ ആയാലും ഉപയോഗിക്കുവാൻ പറ്റും എന്നതാണ്. എങ്ങനെയാണ് ആകാശ് തീർ വർക്ക് ചെയ്യുന്നത്? ഇതിലുപയോഗിച്ചിരിക്കുന്ന ഹൈ എൻഡ് AI സോഫ്റ്റ്വെയർ മനുഷ്യ സഹായമില്ലാതെ തന്നെ നമുക്ക് നേരെ വരുന്ന ഏതൊരു ആക്രമണത്തെയും ഡിറ്റക്റ്റ് ചെയ്യുവാനും അതിനെ ഫലപ്രദമായി ഇൻ്റർസെപ്റ്റ് ചെയ്യുവാനുമുള്ള ഓട്ടോണമസ് തീരുമാനം എടുക്കുവാൻ കഴിവുള്ളതാണ്. ഇതിനായി റഡാർ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടുകൾ, സ്പേസിൽ നിന്നും ലഭിക്കുന്ന നാവിക് ഇൻപുട്ടുകൾ, അതേപോലെ ഗ്രൗണ്ട് സെൻസർ ഇൻപുട്ടുകൾ, കൂടെ സാറ്റലൈറ്റുകൾ, വാർ റൂമുകൾ, സെൽഫ് അപ്ഡേറ്റിംഗ്, ഓട്ടോ സ്ട്രൈക്കിംഗ്, ഡിഫെൻസീവ് ക്ലൗഡ്, ഇതിനെയെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റിയൽ ടൈം ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. ആക്റ്റീവ് റഡാർ സിഗ്നേച്ചറുകൾ ഇല്ലെങ്കിലും ഡിറ്റക്ഷൻ ഇല്ലെങ്കിലും ശത്രുക്കളുടെ ഏതൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെയും ഇൻ്റർസെപ്റ്റ് ചെയ്യുവാനും നിർവീര്യമാക്കുവാനും ആകാശ് തീറിന് കഴിയും. എങ്ങനെയെന്നല്ലേ? സ്റ്റെൽത്ത് ഡ്രോൺ ട്രാക്കിംഗ്, സാറ്റലൈറ്റ് സർവെയിലൻസ്,
അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ആകാശ് തീറിന് ഇത് സാധിക്കുന്നത്. സെക്കൻഡുകളുടെ മാത്രകളിൽ ആകാശ് തീറിന് മിഷനുകൾ അസൈൻ ചെയ്യുവാനും പറ്റും, ടാർഗറ്റുകൾ സെലക്ട് ചെയ്യുവാൻ പറ്റും, അതേപോലെ ഡ്രോണുകളുടെ ഗതി റീപ്രോഗ്രാം ചെയ്യുവാൻ പറ്റും. ഈ ഒരു സീറോ ഹ്യൂമൻ ഡിലേ ലൂപ്പ് നാറ്റോയുടെയോ PLAയുടെയോ ഹ്യൂമൻ റിലയൻറ്റ് കമാൻഡുകൾക്ക് മുകളിൽ ഒരു അസാധാരണ എഡ്ജാണ് ആകാശ് തീറിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇതിനെ ഒരു സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ISROയുടെ കാർട്ടോസാറ്റ് അതേപോലെ റീസാറ്റ് ഈ സാറ്റലൈറ്റുകളാണ് ആകാശ് തീർ ഉപയോഗിക്കുന്നത്. നാവിഗേഷനും അതേപോലെ ടാർഗറ്റിങ്ങിനും ആകാശ് തീർ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ നാവിക് എന്നു പേരായ GPS കോൺസ്റ്റലേഷനാണ്. നാവിക്ക് റിയൽ ടൈം ടാർഗറ്റിംഗ് മാത്രമല്ല, ടെറൈനിന് അനുയോജ്യമായ തീരുമാനമെടുക്കുവാനും ആകാശ് തീറിനെ പ്രാപ്തമാക്കും. സൗത്ത് ഏഷ്യയിൽ നാവിക് കോൺസ്റ്റലേഷൻ GPS-നേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമാണ്, പ്രത്യേകിച്ചും മരുപ്രദേശങ്ങളിലും മലനിരകളിലും. ക്ലിനിക്കൽ പ്രിസിഷനോടെ സ്ട്രൈക്കിങ്ങിന് ആകാശ് തീറിനെ നാവിക്ക് സഹായിക്കുന്നുണ്ട്. 455 ആകാശ് തീറാണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. 107 ആകാശ് തീർ ഇതുവരെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.